കാലാവധി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാണ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകുന്നതെങ്കിൽ വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകണമെന്ന് ഹൈക്കോടതി. ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് മുൻപ് പുറപ്പെടുവിച്ച സർക്കുലർ ചോദ്യം ചെയ്ത് എറണാകുളം സ്വദേശി സെബാസ്റ്റ്യൻ ജേക്കബ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ഉത്തരവ്. 2020 ഒക്ടോബർ 30 ഹർജിക്കാരന്റെ ലൈസൻസ് കാലാവധി കഴിഞ്ഞിരുന്നു. കോവിഡ് കാരണം യഥാസമയം പുതുക്കാനായില്ല. വിദേശത്തുനിന്ന് 2022 ജൂലൈ 15 മടങ്ങി വന്ന ശേഷം ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകി. ജോയിന്റ് RTO 2032 വരെ കാലാവധി നിശ്ചയിച്ച് ലൈസൻസ് പുതുക്കി നൽകി. എന്നാൽ സ്മാർട്ട് കാർഡിനായി അപേക്ഷിച്ചപ്പോൾ 7 ദിവസത്തിനുള്ളിൽ ജോയിന്റ് RTOയ്ക്ക് മുമ്പാകെ ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചു. ലൈസൻസ് പുതുക്കാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയില്ലെന്ന കാരണത്താലായിരുന്നു നോട്ടീസ് ലഭിച്ചത്. 2019 സർക്കുലർ പ്രകാരം ലൈസൻസ് കാലാവധി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് പുതുക്കാൻ അപേക്ഷ നൽകുന്നവർ ഡ്രൈവിംഗ് ടെസ്റ്റ് അടക്കമുള്ള റോഡ് ടെസ്റ്റ് വീണ്ടും പാസ്സാകണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി കഴിഞ്ഞ് 5 വർഷത്തിനുള്ളിൽ പുതുക്കാനായി അപേക്ഷ നൽകിയാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടതില്ലെന്നാണ് മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പറയുന്നതെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. മോട്ടോർ വാഹന നിയമത്തിൽ 2019 കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം കാലാവധി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ലൈസൻസ് പുതുക്കാൻ വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകേണ്ടതുണ്ടെന്ന് കോടതി പറഞ്ഞു. ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പുറപ്പെടുവിച്ച സർക്കുലറിൽ അപാകമില്ലെന്നും കോടതി വിലയിരുത്തി. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. തങ്കമാണു നീ, ഒളിമായാത്ത തിങ്കളാണു നീ, കൊഞ്ചം നിലാ എന്നും സ്വന്തം രാജകുമാരി. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. രാജകുമാരി.